എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെവിൻ ചോദിക്കുന്നുണ്ട്, നന്ദുവിന് അനിയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ, അതോ എനിക്ക് നന്ദുവിനോടായിരുന്നോ ഇഷ്ടം, അങ്ങനെ ഒരു കാര്യം കേട്ടു, അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പം ആദ്യം ഒന്ന് ഞെട്ടുവിട്ടോ രണ്ടുപേരും. എന്നിട്ട് കനക പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നന്ദുവിനെ, പക്ഷേ നന്ദുവിന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ 2 പെൺകുട്ടികളെ ആ വീട്ടിലോട്ടല്ലേ പറഞ്ഞു വിട്ടേക്കുന്നത്, അതിൻ്റെ കൂടെ മൂന്നാമതൊരാളെ കൂടി വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഞങ്ങൾ മൂർത്തി സാറിനോട് തന്നെ പറഞ്ഞു. അപ്പോൾ സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി, അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ആലോചന അവിടെ വെച്ച് തന്നെ നിർത്തി എന്നിങ്ങനെ പറയുവാണ്. അന്നേരം നവീന് ഇങ്ങനെ ഒരു സംശയമുണ്ട് നന്ദുവിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഒന്നുകൂടി ചോദിക്കും, ഇതിനിടയ്ക്ക് നന്ദുവിന് അനിയോട് എന്തെങ്കിലും ഇഷ്ടം തോന്നിയായിരുന്നോ എന്ന്. അന്നേരം അങ്ങനെയൊന്നും ഇല്ലെന്നേ, ഞങ്ങളുടെ അതേ അഭിപ്രായവും തീരുമാനവും തന്നെയായിരുന്നു അവളുടെ. പിന്നെ നല്ല ആലോചനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അവളുടെ സ്വഭാവം വെച്ച് അവൾക്ക് ആരെയും അങ്ങ് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയും. അന്നേരം വീണ്ടും നവീൻ ചോദിക്കും, നന്ദുവിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ എന്ന്. അന്നേരം കനക പറയുന്നുണ്ട്, അവൾക്ക് പ്രേമമൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല, പ്രേമമാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും അവളുടെ അടുത്തോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ കരണം തീർത്ത് അടി കൊടുക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ആരെങ്കിലും സ്നേഹിക്കുമായിരുന്നെങ്കിൽ എന്ന്, അങ്ങനെയെങ്കിലും അവളുടെ വിവാഹം നടക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട് എന്നൊക്കെ പറയും. എല്ലാം കേട്ട് കഴിഞ്ഞ് എങ്കിൽ ശരി ഞാൻ ഇറങ്ങുവാണ്, ഞാനൊരു വിവരം അറിഞ്ഞപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ, ഞാനിവിടെ വന്ന് ചായ കുടിച്ചിട്ട് പോയ കാര്യം നന്ദുവിനോടുകൂടെ ഒന്ന് പറഞ്ഞേരെ എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ അവിടുന്ന് പോരുന്നു. അത് കഴിഞ്ഞ് നേരെ അനിയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. അനി നവീനെ വിളിപ്പിച്ചത് 6 മാസത്തെ ഒരു ഗ്യാപ്പ് കൊടുത്തായിരുന്നല്ലോ ഡിവോഴ്സ് കൊടുക്കാൻ വേണ്ടി, അത് തീരാറായി, ഇനി ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് കിട്ടണം, അതാണ് അനിയുടെ ആവശ്യം. നവീൻ്റെ സ്വഭാവം നേരെ തിരിഞ്ഞിട്ടുണ്ട്. നവീൻ ഇപ്പം അനിക്ക് പെട്ടെന്ന് ഡിവോഴ്സ് മേടിച്ചു കൊടുക്കാൻ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നവീൻ അനിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിനക്ക് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടിയിട്ട്, വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ കല്യാണം കഴിക്കാൻ എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നുമില്ല, അവൾ എൻ്റെ താലിയും കഴുത്തിലിട്ടുകൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നത്, അതെനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ ഡിവോഴ്സ് ഒന്ന് നീ നടത്തി തരണം എന്ന് പറയുമ്പം നവീൻ പറയുവാണ്, അങ്ങനെ പെട്ടെന്ന് ഡിവോഴ്സ് നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പൻസേഷൻ അവൾക്ക് കൊടുക്കുക, അപ്പം ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുമെന്ന്. അന്നേരം അതിന് പറയും, അവൾക്ക് 10 പൈസ കൊടുക്കരുതെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ട എന്ന് പറയുമ്പം എങ്കിൽ ഇതിങ്ങനെ കുറേ കാലം അങ്ങ് നീണ്ടുപോകും എന്നൊക്കെ നവീൻ പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ കഴിയുന്നവരല്ലേ, പിന്നെ നീ ഇപ്പോൾ MD കസേരയിൽ ഇരിക്കുവാണ്, ചേട്ടൻ ഇരുന്ന കസേരയാണെങ്കിൽ പോലും കുറേ നാൾ കഴിയുമ്പോൾ നിനക്ക് ആ കസേരയിൽ അങ്ങ് ഉറച്ചിരിക്കണമെന്ന് തോന്നും, ഏട്ടൻ വന്നാലും ആ സ്ഥാനത്ത് നിന്ന് മാറണ്ട എന്ന് നിനക്ക് ചിലപ്പോൾ തോന്നിയേക്കാം എന്നൊക്കെ പറയുമ്പം അനി ചോദിക്കും, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എൻ്റെ ഏട്ടൻ തിരിച്ചു വരണമെന്നും എങ്ങനെയെങ്കിലും ഈ ഭാരം എൻ്റെ തലയിൽ നിന്നൊന്ന് ഒഴിക്കണമെന്നുമാണ് ഞാൻ കരുതിയേക്കുന്നത്, എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങൾക്കൊന്നും സമയം പോലും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പം നവീൻ മനസ്സിൽ ഓർക്കുവാണ്, അങ്ങനെ നിനക്ക് ഒരുപാട് സമയം കിട്ടാത്തതാണ് നല്ലത്, അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ പെണ്ണിനെ ശല്യം ചെയ്യുമെന്ന്. നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നിയ കാര്യമേ വലിയ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എനിക്ക് വേണേൽ ആദ്യമേ തുറന്ന് പറയാവുന്ന കാര്യമേ ഉള്ളായിരുന്നു നവീനോട്, ഇതിപ്പോൾ ആകെ കുളമാക്കി വെച്ചേക്കുവാണ് അവിടെ. പിന്നീട് നയനയും ആദർശിനെയാണ് കാണിക്കുന്നത്. അവർ വണ്ടി പോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശിനൊരു കോള് വന്നു, സേവ്യറിൻ്റെ അടുത്തോട്ട് പെട്ടെന്ന് ചെല്ലണം, സേവ്യറിന് എന്തോ കാര്യം പറയാനുണ്ട് എന്ന്. അതുകൊണ്ട് വണ്ടി നിർത്തിയിട്ട് ആദർശ അവിടെ ഇറങ്ങുവാണ്, ഞാൻ സേവ്യറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് സേവ്യറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്നും പറയുന്ന കാര്യം, സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മൾ ആ എക്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അയാളുടെ ലൊക്കേഷൻ ആ മോഡേൺ ഹോട്ടൽ തന്നെയാണ്, ഇതൊരു 2-3 തവണ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ആ മോഡേൺ ഹോട്ടൽ തന്നെയാണ്. പിന്നെ അങ്ങനെ വിളിച്ച കുറേ കോൾസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഫോണിലേക്ക് സെൻഡ് ചെയ്യാം. ആയിക്കോട്ടെ, അത് സെൻഡ് ചെയ്യുന്നു. ഇത്രയേ ആദർശം സേവ്യറും തമ്മിൽ അവിടെ സംസാരം നടക്കുന്നുള്ളൂ. ഈ സമയം നയനയുടെ വണ്ടി ചെക്കിങ്ങിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരാൻ പറയുന്നു, വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു. വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. പോലീസുകാരനെ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതാണ് എന്ന് അയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും കേട്ടോ. വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് തന്നെ. ഏതായാലും വണ്ടി മൊത്തം ചെക്ക് ചെയ്യുന്നു, ഡിക്കിൽ നിന്ന് ഒരു പെട്ടി കിട്ടുന്നു. അപ്പോൾ ഈ പെട്ടി ആരുടേതാണ് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പം ഇങ്ങനെ ഒരു പെട്ടി ഈ വണ്ടിയിലുള്ള കാര്യം എനിക്കറിയത്തില്ല, എന്താണെന്നും എനിക്കറിയത്തില്ല എന്ന് പറയുന്നു. അന്നേരം ഡ്രൈവറോട് ചോദിക്കും, തനിക്കറിയാമോ എന്ന്. അയാൾക്കും അറിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ശരിക്കും ഇതിൻ്റെ അകത്ത് കള്ളക്കളി കളിച്ചത് ഡ്രൈവറാണെന്ന് തോന്നുന്നു, അയാൾ ഇടയ്ക്കൊന്ന് പതർന്നൊക്കെ ഉണ്ട്. ഏതായാലും പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് സ്വർണ്ണമാണ്. അപ്പം കള്ളക്കടത്ത് സ്വർണ്ണം കൊണ്ടുപോയതാണ് നയന എന്നുള്ള രീതിയിൽ നയനോട് സംസാരിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ല സാർ,
എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ഞങ്ങളുടെ വണ്ടിയിൽ വന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ വണ്ടിയല്ലേ അപ്പോൾ പിന്നെ വേറെ ആരെങ്കിലും കൊണ്ട് വെച്ചതാണോ, അതുകൊണ്ട് ഇവിടെ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട, സ്റ്റേഷനിലേക്ക് പോരെ രണ്ടുപേരും എന്ന് പറഞ്ഞ് പോലീസ് ജീപ്പിൽ കയറ്റി അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുചെല്ലുവാണ്. അവിടെ ചെന്ന് ഇറങ്ങുമ്പം അവിടുത്തെ ASI ഒക്കെ കാണുന്നുണ്ട് നയനെ അവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് അയ്യോ സാറേ ഇത് ഇവിടുത്തെ SI സാറിൻ്റെ എന്ന് പറയുമ്പോൾ SI സാറിൻ്റെ ആരാണെങ്കിലും എനിക്കിപ്പോൾ അതൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് പറയും. അവിടെ വെച്ചും കള്ളക്കടത്തുകാരി എന്നുള്ള രീതിയിലാണ് നയനെ അഭിസംബോധന ചെയ്യുന്നതും സംസാരിക്കുന്നത്. വളരെ മോശമായി തന്നെ സംസാരിക്കുന്നു. അന്നേരം ASI പറയുന്നുണ്ട് ഇത് മൂർത്തീസ് ജ്വല്ലറിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയാണ് എന്ന്. അന്നേരം അങ്ങേര് പറയും ഏത് വലിയ തമ്പുരാൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞാലും ഇപ്പം തെളിവ് സഹിതം പിടിച്ച സ്ഥിതിക്ക് വിട്ട് കളയാനൊന്നും പറ്റത്തില്ല. ഇവർ ആ കള്ളക്കടത്തിലെ ആദ്യത്തെ കണ്ണിയാണോ എന്ന് അറിയത്തില്ലല്ലോ, ബാക്കി പുറകെ ഉണ്ടാവും വലിയ ഉന്നതന്മാർ എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യാൻ വേണ്ടി അകത്തേക്ക് ഇവിളെയും ഈ ഡ്രൈവറും കൊണ്ടുപോയേക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങേര് നേരെ നന്ദുവിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത്. എന്നിട്ട് നന്ദുവിനോട് പറയും ഇപ്പോൾ കള്ളക്കടത്തൊക്കെ നടത്തുന്നത് സ്ത്രീകളാണ്, അതിലൊരുത്തിയെ ഞാൻ പിടിച്ചിട്ടുണ്ട്, പുറത്തുണ്ട്. നന്ദു നല്ല രീതിയിൽ ചോദ്യം ചെയ്ത് അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് കണ്ടെത്തണം. ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളുടെയൊക്കെ ബന്ധുക്കളാണെങ്കിൽ പോലും അവരോട് നിങ്ങൾ അനുഭാവപൂർവ്വം പെരുമാറില്ല എന്നും ആ കേസ് അട്ടിമറിക്കില്ല എന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് എൻ്റെ സ്വഭാവം ആ രീതിയിലുള്ളതല്ല, അത് സാറിന് അറിയാലോ, അതിൻ്റെ പേരിൽ ഇവിടെയുള്ളവരുടെ വരെ പരാതി ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇത്രയും പറഞ്ഞു കഴിയുമ്പം അങ്ങേര് പറയും എനിക്ക് നന്ദുവിനെ വിശ്വാസമാണ്, അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക, അവൾ അവിടെ ഇരിപ്പുണ്ട്, അവളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നു. നന്ദു അറിയുന്നില്ലല്ലോ അവിടെ നയനയാണ് ഇരിക്കുന്നത് എന്ന്. ഏതായാലും നന്ദു അങ്ങോട്ട് ചെല്ലുന്നു. നയനെ കാണുമ്പോൾ ആകെ ടെൻഷനാകും. ഇതെന്താ ചേച്ചി ഇവിടെ എന്ന് ചോദിക്കുമ്പം അങ്ങേരാണ് പറയുന്നത് ഞാൻ ചെക്കിങ്ങിൽ പിടിച്ചതാണ് ഈ സ്ത്രീയെ എന്ന്. എന്നിട്ട് ഇതെൻ്റെ ചേച്ചിയാണ് എന്ന് പറയുമ്പം ചേച്ചിയാണെങ്കിലും ആരാണെങ്കിലും ചോദ്യം ചെയ്തേ പറ്റുള്ളൂ, പോലീസ് മുറിയെ തന്നെ ചോദ്യം ചെയ്യണം. ഇവളുടെ ഉടമസ്ഥയിലുള്ള വണ്ടിയിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. ഇവനൊരു പാവമാണെന്ന് തോന്നുന്നു, ഡ്രൈവറല്ലേ, അവനതൊന്നും അറിയത്തില്ല, ഇവളാണ് ഇതിൻ്റെ ഉറവിടം എന്ന് പറയുവാണ്. എന്നിട്ട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞ് നന്ദുവിനോട് നിർബന്ധിക്കുന്നു. നന്ദു പറയുന്നുണ്ട് ചേച്ചി പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ. അന്നേരം അങ്ങേര് വളരെ മോശമായിട്ട് പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നതാണോ, ഇവരുടെയൊക്കെ വയറ്റിൽ വരെ സ്വർണ്ണമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുവാണ്. മേലുദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ നന്ദുവിന് ഒരുപാട് കാര്യങ്ങളൊന്നും എതിർത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ചോദിക്കും ചേച്ചി എന്താണ് സംഭവിച്ചത് എന്ന്. അന്നേരം അങ്ങേര് ചോദിക്കും ചേച്ചിയെന്നോ, എവിടെ നിന്നാടി ഇതൊക്കെ കിട്ടിയത് എന്നുള്ള രീതിയിൽ ചോദിക്കുക. എന്നാലേ ഇവളുടെയൊക്കെ വായിൽ നിന്ന് സത്യം വരികയുള്ളൂ എന്ന് പറയും. നന്ദുവിനാകെ വിഷമമാവുന്നുണ്ട്. കേൾക്കുന്ന നയനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അയാളുടെ സംസാരം കേൾക്കുമ്പോൾ. ഏതായാലും നന്ദു എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. എന്നിട്ട് നയന പറയുന്നുണ്ട് ഈ സ്വർണ്ണം എങ്ങനെയാണ് വണ്ടിയിൽ വന്നതെന്ന് എനിക്കറിയില്ല മോളെ, ഞങ്ങളുടെ വണ്ടി ചെക്കിങ്ങിൽ പിടിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയുമായിരുന്നു എന്നൊക്കെ പറയുന്നു. ഏതായാലും നയനയുടെ അവസ്ഥ കാണുമ്പോൾ നന്ദുവിനാകെ വിഷമാവുമേ. നന്ദു അന്നേരം ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് തനിക്കറിയാവോ ഈ സ്വർണ്ണം എങ്ങനെയാണ് വണ്ടി വന്നതെന്ന് തനിക്കറിയാവോ എന്ന് ചോദിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്.